അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റൈസ് ഐറ്റം ആണ്. അഫ്ഗാൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കാബൂളി പുലാവ് എന്നും പറയും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അധികം സ്പൈസസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൗഡർ ഒന്ന് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 2 ചെറിയ പട്ടയുടെ കഷ്ണം. ഇത്രയാണ് ഇതിന്റെ മസാലയ്ക്ക് ആവശ്യമുള്ളത്. ഇത് നന്നായി ഫൈൻ പേസ്റ്റായി പൊടിച്ചെടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തതാണ്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് മാഗി ക്യൂബാണ്. ഇത് 1 എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇത്തിരി കട്ടിയോട് കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസിൻസ് ആണ്. ഇത് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കുക. പിന്നെ ഇതിലേക്ക് ബസ്മതി റൈസ് ആണ് വേണ്ടത്. പിന്നെ ഇത് കൂടാതെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര കൂടിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. മധുരം അധികം ഇഷ്ടമുള്ളവർക്ക് ഒരു 2 ടീസ്പൂൺ ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഈ ക്യാരറ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരി ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. മുന്തിരി ശരിക്കും ബ്ലാക്ക് കളറാണ് ഈ റൈസിന് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പൊ എന്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇതെടുത്തത്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് കളർ ചേഞ്ച് ആവുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ റൈസിനും കൂടെ പാകമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഇനി ഇതിലോട്ട് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ റൈസ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 3 കപ്പ്
വെള്ളമാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന അരിയുടെ ഡബിൾ ക്വാണ്ടിറ്റി ആവണം വെള്ളം എടുക്കുന്നത്. ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഒരു 3/4 വേവായി കഴിഞ്ഞാൽ നമുക്കിത് തുറന്നിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ഈ റൈസ് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചിക്കന് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. അതുപോലെ തന്നെ റൈസിൻസും ചേർക്കാം. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതിന്റെ മുകളിലോട്ട് ഇത്തിരി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല കൂടി ചേർക്കാം. അധികമൊന്നും വേണ്ട, ഒരു ഇത്തിരി മതി. ഒന്നുകിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ദം ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടവല് വെച്ചിട്ട് ഇതിന്റെ ലിഡ് ഇതിന്റെ മുകളിൽ വെക്കാം. എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഒന്ന് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ബൈ.